Hi dear friends, how to input sales entry. Sales entry invoice, two types of sales invoices. We get the sales invoice or entry screen, press F8. F8 function key gives the sales invoice screen. It two types invoice we can input in there. First one, an account invoice. Second one, item invoice. പ്രൊഫഷണൽ ചാർജുകൾ സർവീസ് ചാർജസ് ഒക്കെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഇൻവോയ്സ് ഉപയോഗിക്കാം. ഐറ്റം ബേസ്ഡ് അല്ലാതെ അക്കൗണ്ട് ബേസിലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് സെയിൽസ് ഡിനോട്ട് ചെയ്യേണ്ടത് പ്രൊഫഷണൽസുകളുടെ ഇൻവോയ്സുകളാണ്. കൺസൾട്ടിങ് ചാർജസ്, സർവീസ് ചാർജസ്, പ്രൊഫഷണൽ ഫീസ്, ഇതൊക്കെയാണ് ഇൻപുട്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഐറ്റം ഒന്നുമില്ല, സ്റ്റോക്കില്ല. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ബേസിലാണ് ടാക്സ് ഇൻപുട്ട് ചെയ്ത് നമുക്ക് എൻട്രി പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കണം? അക്കൗണ്ട് ഇൻവോയ്സ് ഉപയോഗിക്കണം. നിങ്ങൾക്ക് F8 കൊടുത്ത് സെയിൽസ് വൗച്ചർ സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞാൽ വി യൂസ് ദി ഓൾട്ട് ഐ യൂസ് ചെയ്താൽ അക്കൗണ്ട് ഇൻവോയ്സും ഐറ്റം ഇൻവോയ്സും കിട്ടും. Once again use the Alt I to get the account invoice. Again use the Alt I item in. Change into item invoice. Change the item invoice, account invoice we can change with the help of Alt I. These two type invoices we can take into two modes. First one as invoice mode. Second one as voucher mode. ഇൻവോയ്സ് മോഡിലും വൗച്ചർ മോഡിലും ഈ രണ്ട് സെയിൽസ് ഇൻവോയ്സുകളെയും നമുക്ക് എടുക്കാം. അക്കൗണ്ട് ഇൻവോയ്സ് ആയാലും രണ്ട് മോഡിൽ കിട്ടും, ആസ് ഇൻവോയ്സ് മോഡും ആസ് വൗച്ചർ മോഡും. ഐറ്റം ഇൻവോയ്സ് ബേസാണ് നമുക്ക് ബില്ല് വേണ്ടുന്നതെങ്കിലും നമുക്ക് ആസ് ഇൻവോയ്സ് മോഡിലും ആസ് വൗച്ചർ മോഡിലും പറ്റും. ആസ് ഇൻവോയ്സ് മോഡ് എന്ന് പറഞ്ഞാൽ അപ്പർ പാർട്ട് ഒരു അക്കൗണ്ട്, സെക്കൻഡ് പാർട്ട് ഒരു അക്കൗണ്ട്. വൗച്ചർ മോഡൽ എന്ന് പറഞ്ഞാൽ 2/, പ്രസൻറ്റ് ചെയ്ത് നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്യണം. ഡെബിറ്റ് ക്രെഡിറ്റിനോ ആയിട്ടോ 2/, ആയിട്ടോ നമുക്ക് മാറ്റി അത് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. 2/, വേണമെങ്കിൽ 2/, ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് വേണമെങ്കിൽ അങ്ങനെ, അത് നിങ്ങൾക്ക് കോൺഫിഗറേഷനകത്ത് ചേഞ്ച് ചെയ്യാം. ആ രണ്ട് രീതിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ 2/, ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ കോൺഫിഗറേഷനകത്ത് 2/ക്ക് പകരം ഡെബിറ്റ് ക്രെഡിറ്റ് ഉപയോഗിക്കാം. അത് ഒരു വേ. അപ്പം അതിനകത്ത് തന്നെ ആ അക്കൗണ്ട് സിസ്റ്റം ആസ് വൗച്ചറും ഇൻവോയ്സ് ഒരു പാർട്ട് ഡെബിറ്റ് പാർട്ടും നെക്സ്റ്റ് പാർട്ട് ക്രെഡിറ്റ് പാർട്ടുമായിട്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ട് ചെയ്യാനത് ഇൻവോയ്സ് മെത്തേഡ്. അപ്പോൾ അക്കൗണ്ട് ഇൻവോയ്സ് സെയിൽസ് ആയാലും ഐറ്റം ഇൻവോയ്സ് സെയിൽസ് ആയാലും രണ്ട് മോഡിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഇനി മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കീ Ctrl+V ആണ്. ഫസ്റ്റ് Ctrl+V യൂസ് ഫസ്റ്റ് മോഡ് ആസ് ഇൻവോയ്സ്, സെക്കൻഡ് ആസ് ഇൻവോയ്സ് ആസ് വൗച്ചറിന് Ctrl+V റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. Ctrl+V ഓൺസ് പ്രസ് ഗെറ്റ് ദ ആസ് വൗച്ചർ, നെക്സ്റ്റ് പ്രസ് ആസ് ഇൻവോയ്സ്. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് സെയിൽസ് ഇൻവോയ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. അത് രണ്ടിനെയും നമുക്ക് രണ്ട് മോഡുകളിലാക്കി എടുക്കുകയും പറ്റും. ഇതാണ് നിങ്ങൾ ബേസായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഐറ്റം ബേസ് ട്രേഡിംഗ് ആൻഡ് മാനുഫാക്ചറിങ് സെല്ലിംഗ് ആണ്. ഐറ്റം ബേസ്ഡ് നമുക്ക് സ്റ്റോക്ക് കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഗോഡൗൺ ബേസ് ആയാലും ഗ്രൂപ്പ് ബേസ് ആയാലും കാറ്റഗറി ബേസ് ഒക്കെ ആയിട്ടാണെങ്കിൽ നമ്മൾ ഐറ്റം ഇൻവോയ്സ് ആയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, ലുക്ക് ഹിയർ. ഇവിടെ നമ്മൾ F8 എടുത്ത് ഒരു സെയിൽസ് ഇൻവോയ്സ് എടുത്തിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് പാർട്ട് കണ്ട റാം ആൻഡ് കമ്പനി. ഇവിടെ സൺട്രി ഡെറ്റേഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റാം ആൻഡ് കമ്പനി എന്നുള്ളൊരു സൺട്രി ഡെറ്ററാണ്. അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ഐറ്റം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. കണ്ടാ, ഇവിടെ നെയിം ഓഫ് ഐറ്റം അല്ല, നമ്മൾ നെയിം ഓഫ് അക്കൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സെയിൽസ് അക്കൗണ്ട്. ഇത് അക്കൗണ്ട് മെത്തേഡാണ് കിടക്കുന്നത്. മോഡ് ഏതാണ് കിടക്കുന്നത്? ആസ് വൗച്ചർ. ആസ് ഇൻവോയ്സ് മെത്തേഡാകുമ്പോൾ നിങ്ങൾക്ക് പറയും ഇത് ആസ് വൗച്ചറാണ് കിടക്കുന്നത്. കണ്ടാ, ഇതാണ് നമുക്ക് ഇതിപ്പോൾ ഇനി നമ്മൾ ആസ് ഇൻവോയ്സ്, ഇത് ആസ് വൗച്ചർ മെത്തേഡാണ് വന്നത്. ബൈ രാം ആൻഡ് കമ്പനി 22,000. കണ്ടാ, 2/, വന്നത് രണ്ട് മോഡെന്ന് പറഞ്ഞു. ടു സെയിൽസ് അക്കൗണ്ട് ബൈ ഔട്ട്പുട്ട് ടാക്സ് രണ്ടെണ്ണമുണ്ട്, ഔട്ട്പുട്ട് ടാക്സും കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ ഇൻവോയ്സ് മെത്തേഡിലാക്കുമ്പോൾ ദേ ഇങ്ങനെ വന്നു. രണ്ട് മോഡാണ്, ഒരേ എൻട്രിക്ക് തന്നെ രണ്ട് മോഡാണ്. ഇവിടെ നമ്മൾ ഐറ്റം ബേസ്ഡ് അല്ല,
അക്കൗണ്ട് ഇൻവോയ്സ് എടുത്തേക്കുന്നത്. ഈ അക്കൗണ്ട് ഇൻവോയ്സിൽ റാം ആൻഡ് കമ്പനി എന്നുള്ളത് ഡെറ്റേഴ്സും സെയിൽസ് അക്കൗണ്ട് സെയിൽസും അതിൻ്റെ 2 ടാക്സ് ആണ്. 28% ടാക്സ് ഉള്ള 2 ഇവിടെ നമ്മൾ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ 6180 രൂപ കിട്ടും. അതവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ടാക്സ് മാറിപ്പോകുന്നത്. ഇവിടെ ഐറ്റം ബേസ്ഡ് ആണ് സെയിൽ റാമാൻ്റെ. ഇത് 2 മോഡാണ്. ആസ് ഇൻവോയ്സ്, ആസ് ഐറ്റം, ആസ് ഇൻവോയ്സ്. ഇനി സെക്കൻഡ് വൺ നമ്മൾ ഐറ്റം മോഡ് ബേസ് നോക്കി. ഇവിടെ നമുക്ക് സം ഏജൻസിക്ക് സെയിൽ നടത്തിയിരിക്കുകയാണ്. ഒനിഡ ലെഡ് TV. അപ്പം സം ഏജൻസി ഒനിഡ TV എന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. 2 നമ്പേഴ്സ് അതിൻ്റെ പ്രൈസ് വിത്തൗട്ട് ടാക്സ് പ്രൈസ് കൊടുത്തു. അത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് ചെയ്തു. സം ഏജൻസീസ് നമുക്കിവിടെ അക്കൗണ്ടിലും ടാക്സും ഒക്കെ കറക്റ്റ് ആണോ, GST നമ്പർ എന്നൊക്കെ നോക്കാം. ഇത് നമുക്ക് ഡെസ്പാച്ച് ത്രൂ അക്കൗണ്ട് ത്രൂ ഇതൊക്കെ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം, കറക്റ്റ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൺട്രോളേ കൊടുത്ത് സേവ് ചെയ്യുന്നു. ഡെസ്പാച്ചിങ് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഓർഡർ ഉണ്ടോ എന്ന് പറഞ്ഞ് ഓർഡർ കിട്ടി. ഗോഡൗൺ ഏത് ഗോഡൗണിൽ നിന്നാന്ന് പോകുന്നത്, ഗോഡൗൺ ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. സ്പേസ് ബാർ തട്ടിയാൽ കിട്ടും. നമ്മൾ ഫസ്റ്റ് ഗോഡൗണിലാണ് 10 നമ്പർ ഉള്ളത്. 12 ഉണ്ടതിൽ നിന്നാണ് ഈ 2 അടിച്ചു വെച്ചിരിക്കുന്നത്. ഗോഡൗൺ കൊടുത്തു. 2 നമ്പേഴ്സ്, ഒന്നിൻ്റെ റേറ്റ് കൊടുത്തു, മൾട്ടിപ്പിൾ ചെയ്തു. നമ്പേഴ്സാണ്. ഇവിടെ ഡിസ്കൗണ്ട് ഇല്ല. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാൻ അത് കുറഞ്ഞ് വരും. 43,000 കിട്ടി. അത് കഴിഞ്ഞ് നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു. എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തു. അവിടെ എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അടുത്ത ഓർഡറിലുണ്ടെങ്കിൽ അത് കൊടുക്കാം. കണ്ടോ? അപ്പം ഏത് അക്കൗണ്ടിലേക്ക് പോകണം? സെയിൽസ് യൂണിറ്റ്. നമുക്ക് സെയിൽസ് നമ്പറും കൗണ്ടറും ഉണ്ട്. അപ്പോൾ കൗണ്ടർ നമ്പർ കൊടുത്തിട്ടുണ്ട്. സെയിൽസ് യൂണിറ്റ് 1 നിന്നാണ്. അപ്പോൾ ആ സെയിൽസ് അക്കൗണ്ടിലേക്ക് പോയി. ഉണ്ടോ? ഒരു ബ്ലാങ്ക് സ്പേസ് കൂടെ കൊടുത്തപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് വന്നു. SGST 28% ഡ്യൂട്ടി കാണിക്കുന്നു. അതിൻ്റെതാണ് ഔട്ട്പുട്ട്. SGST CGST ഒന്നവിടെ, രണ്ടും SGST ആണ് കിടക്കുന്നത്. ഒന്ന് CGST ആണ് വരേണ്ടത്. ഓക്കെ, ടാക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് വരും. അടുത്തത് ഔട്ട്പുട്ട് SGST 14%, അത് ഓട്ടോമാറ്റിക് വന്നു. അടുത്ത ഞാനിവിടെ നിങ്ങൾക്കൊരു ഫ്രൈറ്റ് ആൻഡ് ചാർജ് ഉണ്ട്. അപ്പം നിങ്ങൾ Alt+C കൊടുത്തില്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. Alt+C കൊടുത്താൽ ക്രിയേഷൻ സ്ക്രീനിൽ പോകും. Alt+C യൂസ് ചെയ്യുക, സേവ് ചെയ്യുക, ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. Alt+Cയിൽ വരും. നമുക്കിവിടെ ചാർജ് ഉണ്ട് 120. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രൈറ്റ് ആൻഡ് ചാർജ് ഉണ്ടായിരുന്നു, അതും കൊടുത്ത് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എമൗണ്ട് വന്നു. ടാക്സും ചാർജും കൂട്ടി എമൗണ്ട് വന്നു. നറേഷൻ നിങ്ങൾ പാസ് ചെയ്ത് കൊടുക്കുക അവിടെ. അത് കഴിഞ്ഞ് അക്സെപ്റ്റ് യെസ് ഓർ നോ ഓർ കൺട്രോൾ A to സേവ് ഇറ്റ്. ഓക്കെ, ഇത് കാണാം സെയിൽസ്. ഇതിനെയും നമുക്ക് ഏതൊക്കെ ബേസിൽ എടുക്കാം? ആസ് ഇൻവോയ്സും ആസ് വൗച്ചറായിട്ട് എടുക്കുമ്പോൾ അത് ഇതേപോലെ വരും. 2/2/2 വരും. അതിനെ നിങ്ങൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് വേണേൽ അങ്ങനെയാക്കാം. അത് കോൺഫിഗറേഷനകത്ത് പോയി ചേഞ്ച് ചെയ്യാം. മനസ്സിലായി? ഇവിടെ നമുക്ക് ഇൻവോയ്സ് മെത്തേഡ് ആകുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അവിടെ ടാക്സ് ഒന്നും പോകില്ല. അതേ ഇൻപുട്ട് ചെയ്ത രീതിയിൽ തന്നെ അവിടെ കിടക്കും. ഓക്കെ, താങ്ക് യു, ബൈ. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മോഡിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, തിയറിയിലും. ഓക്കെ, ബൈ. ഇൻപുട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻട്രി ബോക്സിൽ ചോദിക്കുക.